മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് ഹൈടെക് സിറ്റിയുടെ കരാറിൽ സൈൻ ചെയ്തു എന്നറിഞ്ഞതോടെ CKCയും ജ്യോതിർമയിയും അങ്കലാപ്പിലായി. എന്തു വില കൊടുത്തും പ്രണവിനെ കൊന്നിട്ടായാലും പ്രണവിൽ നിന്നും എല്ലാം എഴുതി വാങ്ങണമെന്ന് CKCയോട് ജ്യോതിർമയി പറയുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുമായി ഇനി എനിക്ക് യാതൊരു ബന്ധമുണ്ടാകില്ല. നിന്നെപ്പോലെ എനിക്കും അത് കിട്ടണമെന്ന് വാശിയുണ്ട്. അതുകൊണ്ട് ഞാനത് നേടും. അതുപ്രകാരം പ്രണവിനെ തട്ടിക്കൊണ്ടുവരാൻ CKC ഗുണ്ടകളെ ഏർപ്പെടുത്തുന്നു. CKC ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് ഗൗതം കണക്കുകൂട്ടുന്നു. CKC പ്രണവുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ മാത്രമേ പ്രണവ് സത്യാവസ്ഥ അറിയൂ എന്ന് ഗൗതം മനസ്സിലാക്കുന്നു. ഗുണ്ടകൾ പ്രണവിനെ കെട്ടിയിടുന്നു. നിന്നെ കെട്ടിയിടാൻ പറഞ്ഞവർ ഇപ്പോൾ വരുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ട് CKCയും ജ്യോതിർമയും വരുന്നത് കാണുമ്പോൾ പ്രണവിന് സന്തോഷമാകുന്നു. അങ്കിൾ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് എനിക്കറിയാം. ആ ഗൗതം എന്നെ വീണ്ടും പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്റെ കെട്ടഴിച്ചു വിടൂ എന്ന് പറയുന്നു. ഇത് കേട്ട് CKCയും ജ്യോതിർമയും ചിരിക്കുന്നു. എന്നിട്ട് CKC പ്രണവിന്റെ മുഖത്തടിക്കുന്നു. ജ്യോതിർമയും അടിക്കുന്നു. എന്താണ് നടക്കുന്നതെന്നറിയാതെ പ്രണവ് ഭയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് CKC പറയുന്നു, നീ എന്താടാ കരുതിയത്? നിന്റെ കഴിവ് കണ്ടിട്ടാണ് ഹൈടെക് സിറ്റി കരാറിൽ നിന്നെ കൊണ്ട് കമ്പനി സൈൻ ചെയ്യിച്ചതെന്നാണോ? ഗൗതം കമ്പനിയോട് മേൽനോട്ടം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് കമ്പനി നിന്നെ കൊണ്ട് കരാറിൽ സൈൻ ചെയ്യിച്ചത്. ഇതൊക്കെ കേൾക്കുന്ന പ്രണവ് ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഗൗതമിനെയും നിധിയെയും പോയി ശിവാനിയെയും കൂട്ടി ചീത്ത പറഞ്ഞതൊക്കെ അവൻ ആലോചിക്കുന്നു. എന്നെ കൊന്നാലും ഞാൻ നിങ്ങൾക്കിതിൽ സൈൻ ചെയ്ത് തരില്ലെന്ന് പ്രണവ് പറയുന്നു. എന്റെ ചേട്ടനെ നിങ്ങൾ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും പിടിച്ചു നിന്നില്ലേ? ഞാൻ മരിച്ചാലും എന്റെ ചേട്ടൻ ഈശ്വരമംഗലം കമ്പനി പഴയ പ്രതാപത്തോടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുന്ന CKC പ്രണവിന്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരുന്നു. നീ ഈ പ്രമാണത്തിൽ സൈൻ ചെയ്തില്ലെങ്കിൽ നിന്റെ ശവം റെയിൽവേ ട്രാക്കിൽ കിടക്കും. അല്ലെങ്കിൽ ഇതിൽ സൈൻ ചെയ്തു തന്ന് നിനക്കും നിന്റെ ചേട്ടന്റെ കൂടെ നടന്ന് തെണ്ടി ജീവിക്കാം. അതേസമയം ഗൗതമും നിധിയും ശിവാനിയും അവിടെ എത്തുന്നു. ഗൗതം CKCയുമായി ഏറ്റുമുട്ടുന്നു. ശിവാനിയും നിധിയും കൂടി ജ്യോതിർമയുമായി ഏറ്റുമുട്ടുന്നു. ശിവാനി പ്രണവിന്റെ കെട്ടഴിക്കുന്നു. അതോടെ ഗുണ്ടകൾ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകുന്നു. CKC പ്രണവിന്റെ തലയിൽ ഒരു ഇരുമ്പുവടി കൊണ്ട് അടിക്കാൻ പോകുന്നത് ഗൗതം തടയുന്നു. എന്നിട്ട് അതേ ഇരുമ്പുവടി കൊണ്ട് അയാളെ കുത്തിക്കൊല്ലാനായി ഗൗതം പോകുമ്പോൾ നിധി വേണ്ട ഗൗതം എന്ന് പറയുന്നു. ഇല്ല നിധി, ഞാൻ ഇയാളെ കൊല്ലും. ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തിന് ഇയാളെ കൊണ്ട് ശല്യമുണ്ടാകരുത്. വീണ്ടും CKCയെ കുത്താൻ ഗൗതം പോകുമ്പോൾ നിധി പറയുന്നു, ജന്മം തന്നയാളെ കൊല്ലരുത് ഗൗതം. അതെ, നീചനായ ഇയാളാണ് ഗൗതമിന്റെ അച്ഛൻ. അത് കേട്ട് ഗൗതം ഇരുമ്പുവടി പിന്നോട്ട് വലിക്കുന്നു. നിധി പറഞ്ഞത് കേട്ട് എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ജ്യോതിർമയി CKCയോട് ചോദിക്കുന്നു, ഞാൻ ഈ കേട്ടത് സത്യമാണോ? ഗൗതമിന്റെ കാര്യം എനിക്കറിയില്ല. നിർമ്മലയുടെ കാര്യം സത്യമാണ്. നിന്റെ തന്തയാരാടാ? നീ ഒരു അനാഥനല്ലേ എന്ന് പലപ്പോഴും പലയിടത്തും വെച്ച് പരിഹസിച്ച CKC തന്നെയാണ് ഗൗതമിന്റെ അച്ഛനെന്ന് അറിഞ്ഞതോടെ അയാൾ ഗൗതമിന്റെ മുൻപിൽ പോയി കൈകൂപ്പുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് കൈകൂപ്പിക്കൊണ്ട് CKC ഗൗതമിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അതിനു പിന്നാലെ ജ്യോതിർമയിയും പോകുന്നു. എന്നും ഗൗതമിനെയും നിധിയെയും വിശ്വസിക്കാതെ ദുഷ്ടതകൾ മാത്രം ചെയ്യുന്ന ശിവാനിയെയും വസുന്ധരയെയും ജ്യോതിർമയിയെയും CKCയെയും പോലുള്ളവരെ വിശ്വസിച്ച് അവരിൽ നിന്നൊക്കെ തിരിച്ചടികൾ കിട്ടുമ്പോൾ എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഏട്ടത്തി എന്ന് പറഞ്ഞു വരുന്ന ഓന്തിനെ പോലെ നിറം മാറുന്ന പ്രണവ് അതേപോലെ തന്നെ എന്നോട് ക്ഷമിക്കണമെന്ന് ഗൗതമിനോട് പറയുന്നു. ശിവാനി നിധിയോടും ക്ഷമിക്കണമെന്ന് പറയുന്നു. ഗൗതമിനെയും നിധിയെയും കാത്തിരിക്കുന്ന പാർവതിയമ്മയും നിർമ്മലാമ്മയും അവരെ കാണാതെയാകുമ്പോൾ ഫോൺ ചെയ്യാനായി പോകുമ്പോഴേക്കും അവർ അവിടേക്ക് വരുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.